ഹേ ഓൾ, ഡേ 4 നന്നായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് സ്റ്റാർട്ടഡ് വെൽ. പക്ഷെ ചെറിയൊരു പണി കിട്ടി. ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയിരുന്നപ്പോഴാണ് എന്തോ ബാഗിൽ കുറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചത്. വേറൊന്നുമില്ല, ഫോണൊന്ന് വീട്ടിൽ വെച്ച് മറന്നായിരുന്നു. മീ മരിയം ആൻഡ് 26 അതേഴ്സ് അത്യാവശ്യം നല്ല ക്രൗഡുള്ള പടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓടിയ ഓട്ടത്തിൽ മറന്നുപോയി. പിന്നെ വീട്ടിൽ വന്നല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഷോ ഏതാണെന്ന് റിസർവ്ഡും അല്ലായിരുന്നു. സോ ഐ കെയിം ബാക്ക്. മീ മരിയം ആൻഡ് 26 അതേഴ്സ് നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ല നല്ല അത്യാവശ്യം നല്ലൊരു മൂവിയായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് ഉള്ള മൂവിയായിരുന്നു. അപ്പോൾ പിന്നെ ഇറാൻ ടെഹ്റാൻ അവിടുത്തെ മൂവിക്ക് ഒരു പ്രത്യേക ഒരു ഭംഗി, പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ദ മൂവി ഇറ്റ് വാസ് ദെയർ. അടുത്ത മൂവി ഏതാണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയേ കാണാം. ഒരു ഡേ മെസ്സി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ മൂവീസും മെസ്സി ആയി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നല്ല കഷ്ടപ്പെട്ട് ക്യൂ നിന്നത് എനിക്ക് അത്ര ദഹിക്കാത്ത ഒരു പടമായിരുന്നു എന്ന് ഞാൻ വേണമെങ്കിൽ 100% പറയും. ആൻഡ് ഓസിലേറ്റിംഗ് വിൻഡോ ആണ് ഞാൻ കാണാൻ പോകുന്ന മൂവി. ഫുള്ളി ഒക്യുപ്പൈഡായ തിയേറ്റർ അതിൻ്റെ കാൽഭാഗമാവുന്ന സീനാണ് ഞാൻ കണ്ടത്. Under the international competition category, we screened the film An Oscillating Shadow, directed by Celeste Rojas Mohig. Duration of the film is 77 minutes. ഐ വാസ് കംപ്ലീറ്റ്ലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ മൂവി. പക്ഷേ അതിന് പൊളിറ്റിക്കൽ വശങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സോ ഓസിലേറ്റിംഗ് ഷാഡോ ഞാൻ ഒരിക്കലും ഫസ്റ്റ് സജഷനായിട്ട് പറയില്ല. അമ്മ ചൂട തൈർസാദൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് വീട്ടിൽ വന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ആ സിനിമ കണ്ടതിൻ്റെ ഫ്രസ്ട്രേഷൻ എല്ലാം നല്ല ഫുഡ് കഴിച്ച് തീർത്തു. അപ്പോൾ ഇനി അടുത്ത മൂവി മുഖക്കണ്ണാടി എന്ന് പറയുന്ന മൂവി കലാഭവനിൽ കാണാൻ പോവുകയാണ്. മൂവിയുടെ അനൗൺസ്മെൻറ്റ് നടക്കുന്നതിനിടയ്ക്ക് അവിടെ ചെറിയൊരു അടിയൊക്കെ ആയിരുന്നു ഒരു സ്റ്റുഡൻറ്റും ഒരു സീനിയർ സിറ്റിസണും തമ്മിൽ. ഈ ഒരു സിനിമ ചൂസ് ചെയ്യാനൊരു പ്രത്യേക കാരണമുണ്ട്. പ്രിയപ്പെട്ട അഭിലാഷേട്ടനും അരുണേട്ടനും എനിക്കറിയാവുന്ന ജ്വാല ചേച്ചി, ശ്രീരാമേട്ടൻ എല്ലാവരും ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇറ്റ് വാസ് എ നൈസ് മൂവി. പിന്നെ നേരെ ടാഗോർ തിയേറ്ററിൽ വന്നു. ഈ ഒരു അടിപൊളി ആർട്ടിസ്റ്റിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ മിനിയേച്ചർ ക്യാമറ മോഡൽസാണിത്. നെക്സ്റ്റ് ചായ ടൈം. മുഖക്കണ്ണാടി മൂവി കാണാൻ സേതേട്ടനും കൂടെ കൂടിയപ്പോൾ എനിക്ക് ചായയുടെ സമയത്ത് വീഡിയോ എടുത്തു തരാൻ ഒരാളായി. അങ്ങനെ ചായ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പടത്തിലേക്ക് പോവുകയാണ്. അത് ടാഗോർ തിയേറ്ററിൽ തന്നെയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ മൂവിക്ക് നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ 900+ ഒക്യുപ്പൻസി ഉള്ള ഈ ഒരു തിയേറ്ററിൽ എന്തായാലും കയറാൻ പറ്റുമോ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ലൈനിൽ നിന്നത്. അപ്പോൾ അടുത്ത മൂവി തലാഖ് ദ ഡിവോഴ്സ്. വേൾഡ് സിനിമ വിഭാഗത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ചിത്രം ദ ഡിവോഴ്സ്. സംവിധാനം ദാനിയർ സലാമത്ത്. ചിത്രത്തിൻ്റെ ദൈർഘ്യം 100 മിനിറ്റ്. മൂവി സാറ്റിസ്ഫൈങ് ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷേ കുറേ ഡൗട്ട്സും മൂവി ശരിക്കും എന്താണ് നമ്മളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് വാച്ചബിൾ. പിന്നെ ടാഗോറിലെത്തി ഡയറക്ടർ സ്പെഷ്യൽ ആ സിനിമ ആൽക്കമി എന്ന് പറയുന്ന ആർട്ട് എക്സിബിഷൻ ഒന്ന് ജസ്റ്റ് കണ്ടു. ആൻഡ് ദാറ്റ് വാസ് മൈ ഡേ 4. കുറച്ച് ടാഗോറിൽ കറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി. Bye bye. See you all.